Hi students, welcome to Text Tutor Academy. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പഞ്ചായത്തി രാജ് ആണ്. അപ്പോൾ എന്താണ് പഞ്ചായത്തി രാജ് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ മെയിൻലി നിങ്ങൾക്ക് അറിയാം വില്ലേജ് ഏരിയാസിലൊക്കെ ഗ്രാമസഭ അല്ലേ, അതുപോലെ തന്നെ ഗ്രാം പഞ്ചായത്ത് എന്നുള്ള ടേംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അവിടെ മെയിൻലി എന്താണ് വില്ലേജസ് ഒക്കെ എന്തെങ്കിലും സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഗ്രാമീണർ എല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് എന്ത് ചെയ്യും, ഒരു എലക്ഷൻ നടത്തിയിട്ട് അവിടെ ഒരു വാർഡ് മെമ്പറിനെ നിശ്ചയിക്കും അല്ലേ. അപ്പോൾ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടാവും. അപ്പൊ അവിടെയുള്ള സാമൂഹിക പ്രശ്നങ്ങളൊക്കെ അവരെ എവിടെ ചർച്ച ചെയ്യും, ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് പഞ്ചായത്ത് രാജ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ മക്കളെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് നോക്കാം അല്ലെ. ആൻഡ് ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഗ്രാം സഭയാണ്. ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഗ്രാം സഭയാണ്. എന്താണ് ഗ്രാം സഭ? ഗ്രാമസഭ എന്നാണ് അല്ലേ നമ്മൾ പറയാറ്. The Gram Sabha meeting begins with the പഞ്ചായത്ത് പ്രസിഡന്റ്. ടീച്ചർ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ ഗ്രാമസഭയുടെ മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ് മക്കളെ? ആരുടെ ലീഡർഷിപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മീറ്റിംഗ്? ഇറ്റ് ഈസ് ബിഗിൻസ് വിത്ത് പ്രസിഡന്റ് അല്ലെ, ഹു ഈസ് കോൾഡ് ആസ് സർപഞ്ച്. ആ ഒരു പ്രസിഡന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ടേം എന്താണ്? സർപഞ്ച് എന്നാണ്. സർപഞ്ചിന്റെ സ്പെല്ലിംഗ് SARPANCH. ഓക്കെ, ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി പഞ്ചായത്ത്, ആ ഒരു പ്രസിഡന്റ് ഉണ്ടാവും, ബാക്കിയുള്ളതൊക്കെ അവർ എന്തായിരിക്കും, മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ മെമ്പേഴ്സിനെ വിളിക്കുന്ന പഞ്ച് എന്നാണ്. എന്താ സ്പെല്ലിങ്? PANCH അല്ലേ. It's presenting a plan on repairing the road that connects the village to the main highway. അപ്പൊ അവരെന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മെയിൻലി അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. ഹൈവേയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യാണ്. ആരെ കൂടെ ഇരുന്നിട്ട്? പ്രസിഡന്റിന്റെ കൂടെ ഇരുന്നിട്ട്. ഏത് പ്രസിഡന്റ് ആണ്? ഗ്രാമസഭയിലുള്ള ലീഡർ ആയിട്ടുള്ള പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ ആ പ്രസിഡന്റിന് പറയുന്ന പേര് സർപഞ്ച് എന്നും അതിന്റെ മെമ്പേഴ്സിനെ പറയുന്ന പേര് മെമ്പേഴ്സ് ഓഫ് ഗ്രാമസഭ കോൾഡ് ആസ് പഞ്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ വായിച്ചാലോ. The Gram Sabha meeting begins with പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, വാർഡ് മെമ്പേഴ്സ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുക പല സാമൂഹിക പ്രശ്നങ്ങളും അവർ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഇങ്ങനെ മീറ്റിംഗ് കൂടിയിട്ടാണ് അല്ലെ ഗ്രാമസഭകളില്. അതാണ് പറയുന്നത് മക്കളെ. The Gram Sabha meeting begins with Panchayat President who is called as Sarpanch and the members of Panchayat എന്ന് പറയുന്ന പഞ്ച് എന്നാണ് അല്ലെ. They presenting a plan on repairing the road that connects the village to main highway. എന്തെങ്കിലും ഒരു സ്കൂള് പഠിക്കണമെങ്കിൽ അല്ലെ, ബിൽഡ് ചെയ്യണമെങ്കിൽ, റോഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ, നിർമ്മിക്കണമെങ്കിൽ ഒക്കെ അവരെല്ലാ സാമൂഹിക പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ജലക്ഷാമം ഉണ്ടെങ്കിൽ, ദാരിദ്ര്യം കൂടി വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് ആരുടെ ലീഡർഷിപ്പിലാണ്? പ്രസിഡന്റിന്റെ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലീഡർഷിപ്പിലാണ് അല്ലെ. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ടേമാണ് വിളിക്കാറ്? സർപഞ്ച് എന്നാണ്. ആൻഡ് മെമ്പേഴ്സ് ഓഫ് പഞ്ചായത്ത് ഇസ് കോൾഡ് ആസ് ദ പഞ്ച് അല്ലേ. ഓക്കെ, അപ്പൊ ഗ്രാമസഭ is a meeting of all adults who live in the area covered by പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഏത് മീറ്റിംഗിൽ ജോയിൻ ചെയ്യാം? ഗ്രാമസഭയുടെ മീറ്റിംഗിൽ ഒത്തുകൂടാമെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത് മക്കളെ? ഗ്രാം സഭ is a meeting of all adults who live in the area covered by പഞ്ചായത്ത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. And this could be only one village or a few villages. എന്ന് വെച്ചാൽ ഇത്തരം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ, ഗ്രാമ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള അവിടെയുള്ള ആളുകൾ ഒത്തൊരുമിച്ചുള്ളതാവാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഗ്രാമത്തിന്റെ ചർച്ചകൾ ഇതിൽ ഉൾപ്പെടാം എന്നാണ് പറയുന്നത്. This could be only one village or a few villages എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. And in some states, ചില സംസ്ഥാനങ്ങളില് as in the example above, a village meeting is held for each village. ചില സംസ്ഥാനങ്ങളിൽ ഇത്തരം വില്ലേജ് മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. എപ്പോഴാണ് കൂടാറുള്ളത്? എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളിൽ, ഓരോ സംസ്ഥാനത്തുള്ള ഓരോ ഗ്രാമങ്ങളിൽ ഇത്തരം വില്ലേജ് മീറ്റിംഗ്, ഇതുപോലെയുള്ള മീറ്റിംഗ് കൂടാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതില് ഉൾപ്പെടാൻ പറ്റുന്ന
ആളുകളുടെ വയസ്സ് എത്രയാണ്? അതിൽ ഒത്തുകൂടാൻ പറ്റുന്ന ആളുകളുടെ വയസ്സ് anyone who is 18 years old or more and who has the right to vote is a member of ഗ്രാം സഭ. ഇവിടെ പറയുന്നത് എന്താണ്? ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ? ക്വാളിഫിക്കേഷൻ for being the member of ഗ്രാം സഭ. ഓക്കെ, അപ്പൊ എന്തായിരിക്കണം ഒരു ക്വാളിഫിക്കേഷൻ? ഈ ഒരു മീറ്റിംഗിൽ ഒത്തുകൂടേണ്ട ആളുകളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് anyone who is 18 years old or more, 18 വയസ്സ് പൂർത്തിയായവരോ അതിൽ കൂടുതലോ വയസ്സുള്ളവർക്ക്, അതുപോലെ തന്നെ വോട്ടവകാശമുള്ളവർക്ക് മാത്രമേ ഈ ഗ്രാം പഞ്ചായത്ത് മീറ്റിംഗിൽ ഉൾപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഗ്രാമസഭ is a meeting of all adults who live in the area covered by a panchayat and this could be only one village or a few villages. ഇത്തരം മീറ്റിംഗിൽ ചിലപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ അവർ ആ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെയോ ചില സ്റ്റേറ്റിൽ ഇത്തരം വില്ലേജ് മീറ്റിംഗ് ഓരോ ഗ്രാമത്തിൽ നടക്കാറുണ്ട് എന്നാ പറയുന്ന ഇത്തരത്തിലുള്ള മീറ്റിംഗ്. അപ്പൊ അത്തരത്തിലുള്ള മീറ്റിംഗിൽ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം, അതുപോലെ തന്നെ വോട്ടവകാശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, the Gram Sabha. The Gram Sabha is a key factor in making the Gram Panchayat play its role and be responsible. Okay, ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് എന്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് കീ ഫാക്ടർ ആണ്? അത് എന്താണ് ബിൽഡപ്പ് ചെയ്യുന്നത്? ഒരു ഗ്രാം പഞ്ചായത്താണ് അവിടെ ഉണ്ടാക്കുന്നത് അല്ലെ? ഓക്കെ, പിന്നെയോ it is a place where all plans for the work of gram panchayat are placed before the people. Okay, അപ്പൊ എന്താണ്? ഗ്രാമസഭകളിലാണ് ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്തിലാണ്? ഗ്രാമപഞ്ചായത്തിലാണ് അല്ലെ? അപ്പൊ നോക്കുക, the gram sabha is a key factor in making the gram panchayat. ഗ്രാമസഭകളാണ് എന്തുണ്ടാക്കുന്നത്? ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടാക്കുന്നത്. അവിടെ ഫസ്റ്റ് ആളുകളുടെ പ്രശ്നങ്ങൾ ഗ്രാമസഭകളിൽ അവർ അടുത്തറിയുകയും അതിന് സൊല്യൂഷൻ എവിടെയാണ് കണ്ടെത്തുന്നത്? ഗ്രാമപഞ്ചായത്തുകളിലാണ് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. The Gram Sabha prevents the panchayat from doing wrong things like misusing money or favoring certain people. ഈ ഗ്രാമസഭ എന്തിനെ പിന്തിരിക്കുമെന്നാണ് പറയുന്നത്? ഗ്രാമ പഞ്ചായത്ത് എന്തെങ്കിലും അഴിമതികൾ ചെയ്താൽ അവരെ നിയന്ത്രിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില പൈസക്കാരെ മാത്രം, ലക്ഷറി പീപ്പിളിനെ മാത്രം അവരെന്ത് ചെയ്യുക? ഫേവർ ചെയ്ത് നിൽക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്നത് കണ്ടാൽ അതും ആര് നിയന്ത്രിക്കും? ഗ്രാമസഭകള് ഗ്രാമപഞ്ചായത്തിനെ നിയന്ത്രിക്കും എന്നാണ് പറയുന്നത്. ഗ്രാമപഞ്ചായത്തിൽ ചില ആളുകളെ മാത്രം അവർ സപ്പോർട്ട് ചെയ്യുകയും സാമ്പത്തികമായി ഉയർച്ചയിൽ നിൽക്കുന്ന ആളുകളെ ഗ്രാമപഞ്ചായത്ത് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ ഗ്രാമസഭകൾ അത് പ്രിവെന്റ് ചെയ്യും എന്നാണ് പറയുന്നത്. The Gram Sabha prevents the panchayat from doing wrong things like misusing money or favoring certain people. Okay. And it plays an important role in keeping an eye on the elected representatives and in making them responsible to the persons who elected them. പിന്നെ ഗ്രാമസഭകൾ എന്തും കൂടെ നോക്കി, ഗ്രാമപഞ്ചായത്തിൽ എലക്ട് ചെയ്യപ്പെടുന്ന റെപ്രസെന്റേറ്റീവ്സ് ഇല്ലേ, അവര് എന്തെങ്കിലും തരത്തിലുള്ള അഴിമതികളോ ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ അധികാരം മുതലെടുത്ത പാവപ്പെട്ടവർക്ക് നല്ല രീതിയിൽ ഇവരെ എലക്ട് ചെയ്യാൻ സഹായിച്ച ആളുകളേക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ട്? ഗ്രാമസഭകൾക്കുണ്ട് എന്നാ പറയുന്നത്. ഇത്തരം എലക്ടഡ് കാൻഡിഡേറ്റ്സിന് മേലൊരു കണ്ണ് എപ്പോഴും അവർക്ക് ഉണ്ടാവും. ഗ്രാമസഭകൾക്ക് എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിന് മേല് എപ്പോഴും ഒരു കണ്ണുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ഗ്രാമസഭ plays an important role in keeping an eye on the elected
representatives and in making them responsible to the persons who elected them. അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ് മക്കളെ? ഗ്രാമസഭകളെ കുറിച്ചാണ് അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഗ്രാം പഞ്ചായത്തിനെ കുറിച്ചാണ്. ഓക്കെ, വാട്ട് ഈസ് ഗ്രാം പഞ്ചായത്ത്? അപ്പൊ ഗ്രാം പഞ്ചായത്ത് എന്താ നോക്കിയാലോ മക്കളെ. ഓക്കെ, അപ്പൊ ഗ്രാമസഭ എന്ന് പറയുമ്പോൾ ഓരോ ദിവസം അവർ മീറ്റിംഗ് കൂടും, പല സാമൂഹ്യ പ്രശ്നങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഗ്രാമപഞ്ചായത്ത് നോക്കിയാലോ. ഗ്രാമപഞ്ചായത്ത് meets regularly and one of its main tasks is to implement development programs for all villages that come under it. അപ്പൊ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും അവർ മീറ്റിംഗ് കൂടും, എല്ലാ ദിവസവും അവരെന്ത് ചെയ്യും? മീറ്റ് ചെയ്യുകയും ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ വില്ലേജിന് വികസനപരമായിട്ടുള്ള ഓരോ ഗ്രാമങ്ങൾക്കും വികസനപരമായിട്ടുള്ള എല്ലാ പ്ലാനിങ്ങും നടത്തുന്നത് എവിടെയാണ്? ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമസഭകളിലെ ആളുകൾക്ക് വേണ്ട ആവശ്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് അവരുടെ റെപ്രസെന്റേറ്റീവ് ഗ്രാമപഞ്ചായത്ത് പോയിട്ട് പല ഡെവലപ്മെന്റൽ പ്ലാൻസ് അവർ അവിടെ ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ദിവസവും അവർ മീറ്റിംഗ് കൂടുന്നു. ഗ്രാമപഞ്ചായത്തിൽ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഒത്തുകൂടിയിട്ട് ഈ ഗ്രാമത്തിന് നല്ല ഇത് വരുത്തുന്ന ഡെവലപ്മെന്റൽ എന്താണ് പ്ലാൻസ് ഒക്കെ അവർ ഡിസ്കസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ദി ഗ്രാം പഞ്ചായത്ത് മീറ്റ്സ് റെഗുലർലി. അവർ എല്ലാ ദിവസവും മീറ്റിംഗിനായിട്ട് ഒത്തുകൂടുന്നു. ആൻഡ് ഇതിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ദി ഇംപ്ലിമെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. റോഡ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, സ്കൂൾ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ടർ സ്കാർസിറ്റി റിലേറ്റഡ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, എല്ലാം അവർ കണ്ടക്ട് ചെയ്യുന്നു വില്ലേജസിന് വേണ്ടിയിട്ട്. അതൊക്കെ എന്തിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന മക്കളെ? ഗ്രാമപഞ്ചായത്തിലാണ് അല്ലെ. ഇറ്റ് മീറ്റ്സ് റെഗുലർലി. ഗ്രാം പഞ്ചായത്ത് meets regularly and one of its main tasks is to implement development programs for all villages that come under it. Okay, ഇപ്പൊ മക്കൾക്ക് ക്ലിയർ ആയില്ലേ എന്താണ് ഗ്രാമസഭ എന്നും എന്താണ് ഗ്രാമപഞ്ചായത്ത് എന്നുമുള്ള ഡിഫറൻസ്? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കോ. As you have seen, നിങ്ങൾ കണ്ട പോലെ തന്നെ the work of the gram panchayat has to be approved by the ഗ്രാം സഭ. ഇത്തരം ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് ഒക്കെ ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവരുമ്പോൾ അത് അപ്രൂവ് ചെയ്യേണ്ടത് ആരാണ് മക്കളെ? ഗ്രാമസഭകളാണ് അപ്രൂവ് ചെയ്യേണ്ടത്, അംഗീകരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അവർ കൊണ്ടുവരുന്ന ഗ്രാമപഞ്ചായത്ത് ഡിസ്കസ് ചെയ്യുന്ന ഡെവലപ്മെന്റ് വികസനപരമായിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കും അനുമതി നൽകേണ്ടത് ആരുടെ കടമയാണ്? ഗ്രാമസഭകളുടെ കടമയാണ് എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് ഈ പോയിന്റിൽ മക്കളെ. The work of the gram panchayat has to be approved by the gram sabha. Okay, next point. Okay, in some state, ചില സംസ്ഥാനങ്ങളിൽ മാത്രം ഗ്രാമസഭാസ് ഫോം കമ്മിറ്റീസ് like construction and development committees. ചില സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയല്ല. എങ്ങനെയാണ്? മെയിൻലി അവർ കമ്മിറ്റീസ് ആണ് കൂടുക. ഡെവലപ്മെന്റ് കമ്മിറ്റീസ്, വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് കമ്മിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റീസ് വേറെ ഫോം ചെയ്യുന്ന ചില സംസ്ഥാനങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് the work of gram panchayat has to be approved by gram sabha. പിന്നെയോ in some states gram sabhas form committees like construction and development committees. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ സംസ്ഥാനങ്ങളിൽ ഈ കൺസ്ട്രക്ഷൻ കമ്മിറ്റീസും ഡെവലപ്മെന്റ് കമ്മിറ്റീസും ഒക്കെ ഉണ്ടാവും. അപ്പോ ഈ കമ്മിറ്റീസിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? മെയിൻലി അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ആരൊക്കെ ഉൾപ്പെടുക? It is these committees include some members of ഗ്രാമസഭ. ഗ്രാമസഭയിലുള്ള കുറച്ച് മെമ്പേഴ്സ് ഇതിൽ ഉൾപ്പെടും. പിന്നെയോ and some from the ഗ്രാം പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലുള്ളതും ഗ്രാമസഭയിലുള്ള മെമ്പർമാരൊക്കെ എന്തിലുണ്ടാവും? ഇത്തരം ഡെവലപ്മെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുമെന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, and those who work together to carry out specific task. ഇത്തരം ഡെവലപ്മെന്റൽ ടാസ്ക് ഒക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിലുള്ളതും ഗ്രാമസഭകളിലുള്ള മെമ്പേഴ്സും ഒത്തുകൂടുന്നു വികസനത്തിനായി എന്നാണ് പറയുന്നത്. ഓക്കെ, these committees എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാ മക്കളെ? കൺസ്ട്രക്ഷൻ ഓർ ഡെവലപ്മെന്റൽ കമ്മിറ്റീസ് include what type of members? It is some members of gram sabha and some from the gram panchayat work together
to carry out specific task. Okay. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്തരം കമ്മിറ്റിയിൽ ഇത്തരം കമ്മിറ്റിയിൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ആൻഡ് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിൽ ഈ ഒരു ഗ്രാമസഭയിലെ മെമ്പേഴ്സും ഗ്രാമപഞ്ചായത്തിലെ മെമ്പേഴ്സും ഒത്തുകൂടുന്നു in order to complete specific task. Okay. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് the work of ഗ്രാമപഞ്ചായത്ത് includes എന്തൊക്കെ ജോലികളാണ് ഗ്രാമപഞ്ചായത്തിന് ചെയ്യേണ്ടി വരിക എന്ന് നോക്കിയാലോ. It is first one നോക്കിക്കേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ചില സംസ്ഥാനങ്ങളിൽ അത് കമ്മിറ്റീസ് ആയിട്ട് വരുന്നു, കൺസ്ട്രക്ഷൻ കമ്മിറ്റി ആയിട്ടും ഡെവലപ്മെന്റൽ കമ്മിറ്റി ആയിട്ടും ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ജോലികളാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, the construction and maintenance of water sources. അല്ലെ, എന്താണ് ആദ്യം ഓരോ റോഡ്സും അതുപോലെ തന്നെ ഡാംസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ട്. പിന്നെയോ ഡ്രെയിനേജ് ആയിക്കോട്ടെ, സ്കൂൾ ബിൽഡിങ്സ് ആൻഡ് അതർ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് ഒക്കെ നിർമ്മിക്കാനുള്ള ഒരു അതോറിറ്റി ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കൈമലുണ്ട് അല്ലെ. എന്തൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യാനാണ് അവർക്ക് അനുമതി ഉള്ളത്? ഇറ്റ് ഈസ് മെയിൻലി ദ കൺസ്ട്രക്ഷൻ and maintenance of water sources and roads, drainage. First one എന്താണ്? The work of Grama Panchayat. First point, the construction and maintenance of water sources, and second one, construction of roads. Third one, construction of drainage. Fourth one, construction of school buildings. Fifth one, other common property resources. Okay. പിന്നെ second one എന്താണ്? It is levying and collecting local taxes. ചില ഉൽപ്പന്നങ്ങൾക്ക് മേൽ അവർ നികുതി ചുമത്തിയിട്ട് അത് കളക്ട് ചെയ്യാറുമുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെയോ തേർഡ് വൺ നോക്കിക്കേ, and executing government schemes related to generating employment in the village. അല്ലെ, നാഷണൽ എംപ്ലോയ്മെന്റ് സ്കീം പോലുള്ള ഇത് അവർ ഉൾപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. എന്താണ് മെയിൻലി വില്ലേജസ് ഈ എംപ്ലോയ്മെന്റ് സ്കീംസ് കുറെ അവര് പ്രൊവൈഡ് ചെയ്യുന്നു. പണിയില്ലാത്തവർക്കായിക്കോട്ടെ പണിയുള്ളവർക്ക് മെയിൻലി എന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. അങ്ങനെ പല സ്കീംസ് പ്രൊവൈഡ് ചെയ്യുന്നു. പല ബിസിനസ് പ്ലാൻസ് അവർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്, അതിനായിട്ട് ചെറിയ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീംസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗ്രാമപഞ്ചായത്തുകളെ എന്നാണ് പറയുന്നത്. ചെറിയ ചെറുകിട ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ചില സ്കീംസും സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ വർക്ക്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ, ദ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് വാട്ടർ സോഴ്സസ്, roads, drainage, school buildings and other common property resources. പിന്നെ second one, levying and collecting the local taxes, and third one, executing government schemes related to employment in the villages. Okay. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് മെയിൻലി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, the 3 levels of panchayat. 3 level of panchayat ഉണ്ട്. ഏതൊക്കെയാണ് 3 types of panchayat നോക്കിയാലോ. The Panchayati Raj system is a process through which people participate in their own government. ഓക്കെ, ഇപ്പൊ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഇസ് മെയിൻലി ആളുകൾ തന്നെ എന്ത് ചെയ്യും? ഈ ഒരു സർക്കാരിന്റെ ഭാഗമാണ്. പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ആ ഒരു ഗവൺമെന്റിന്റെ ഭാഗമാണ്. ജനങ്ങളും ആ ഒരു ഗവൺമെന്റിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പഞ്ചായത്തി രാജ് സിസ്റ്റം ഇസ് എ പ്രോസസ് ത്രൂ വിച്ച് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ്. എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിൽ ആളുകൾക്കും അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള ഒരു ചോയ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പഞ്ചായത്തി രാജ് സിസ്റ്റം ഇസ് എ പ്രോസസ് through which people participate in their own government. Okay, next point നോക്കിക്കേ മക്കള്. The Panchayati Raj system is the first tier or level of democratic government. ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പഞ്ചായത്തി രാജ് സിസ്റ്റം ആയിരുന്നു. ആളുകൾക്ക് അവരുടെ ഒപ്പീനിയൻസ് പറയാനുള്ള ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഗവൺമെന്റ് ആണ് ഏത് മക്കളെ? ഇറ്റ് ഈസ് ദി പഞ്ചായത്തി രാജ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതാണ്
ഇതിന്റെ 3 ലെവൽസ്. അപ്പോ എന്താണ് ഇറ്റ് ഈസ് ജില്ലാ പരിഷത്ത്, ഇറ്റ് ഈസ് ഡിസ്ട്രിക്ട് ലെവൽ. സെക്കൻഡ് വൺ പഞ്ചായത്ത് സമിതീസ്, ബ്ലോക്ക് ലെവലാണ്. ബ്ലോക്ക് ലെവലിൽ പഞ്ചായത്ത് സമിതീസ് ഉണ്ടാവും. വില്ലേജ് ലെവലിലാണ് നമ്മൾ പറഞ്ഞത് ഗ്രാമപഞ്ചായത്ത്. അപ്പോ വില്ലേജിന്റെ മലയാളം എന്താണ്? ഗ്രാമമാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഡിസ്ട്രിക്ട് ലെവലിൽ അതിന്റെ പേരെന്താണ്? പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? ഇറ്റ് ഈസ് ജില്ലാ പരിഷത്ത്. ഓക്കെ. ബ്ലോക്ക് ലെവലില് പഞ്ചായത്ത് സമിതീസ്. ഓക്കെ. 3 ലെവൽസ് ഓഫ് പഞ്ചായത്തി രാജ്. ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവൽ, ഓർ പഞ്ചായത്ത് സമിതീസ് ഓർ ബ്ലോക്ക് ലെവൽ, ഗ്രാം പഞ്ചായത്ത് വില്ലേജ് ലെവൽ. ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് പോയിന്റ് മക്കള്. ദ പഞ്ച് ആൻഡ് ദ ഗ്രാം പഞ്ചായത്ത് are answerable to the Grama Sabha because it is the members of Grama Sabha who elected them. Okay. അപ്പോ പഞ്ച് എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തുള്ള മെമ്പേഴ്സ് എന്തിന് ഉത്തരം കൊടുക്കണം എന്നാ പറയുന്നത്? ഗ്രാമസഭയ്ക്ക് ഉത്തരം കൊടുക്കണം. എന്തുകൊണ്ടാണ്? ആ ഗ്രാമസഭയിലുള്ള മെമ്പേഴ്സ് ആണ് ഗ്രാമപഞ്ചായത്തുള്ള മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത് അല്ലെ? റെപ്രസെന്റേറ്റീവ്സിനെ അവരാണ് എലക്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. അപ്പൊ എന്ത് കാരണം ഉണ്ടെങ്കിലും എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും. ആരോട്? ഗ്രാമസഭകളോട്. ഇറ്റ് ഇസ് ദ പഞ്ച് ആൻഡ് ദ ഗ്രാമപഞ്ചായത്ത് ആർ ആൻസറബിൾ ടു ദ ഗ്രാമസഭ ബിക്കോസ് ഇറ്റ് ഇസ് ദ മെമ്പേഴ്സ് ഓഫ് ഗ്രാമസഭ ഹു എലക്റ്റഡ് ദം. ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും എലക്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ആരാണ് മക്കളെ? ഗ്രാമസഭയാണ്. അപ്പൊ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആരോടും കൂടെ ചോദിക്കണം? നമ്മുടെ ഗ്രാമസഭയിലുള്ള ആളുകളോടും കൂടെ ചോദിക്കണം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ. Okay, and this idea of people's participation in the Panchayati Raj system extends to 2 other levels. ഇങ്ങനെ ആളുകള് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അവരുടെ ഒപ്പീനിയൻസ് പറയുന്നു. അത് ബാക്കി 2 ലെവൽസും കൂടി ഡെവലപ്പ് ചെയ്യാൻ കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ. ഏതൊക്കെ ലെവല്? ഫസ്റ്റ് വൺ ബ്ലോക്ക് ലെവൽ. ഓക്കെ. ബ്ലോക്ക് ലെവൽ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഇസ് ജൻപത് പഞ്ചായത്ത് ഓർ പഞ്ചായത്ത് സമിതി എന്നാണ് പറയാ. ഓക്കെ. മെയിൻലി നമ്മൾ പറഞ്ഞു പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ ജനങ്ങൾ ഉൾപ്പെടുന്നു ആ സർക്കാർ രൂപീകരണത്തിൽ. അപ്പൊ അത് എന്തിനു വഴിവെച്ചു? ബാക്കി 2 ലെവൽസ് വരാൻ വേണ്ടിട്ട് വഴിവെച്ചു എന്നാണ് പറയുന്നത്. ഏതൊക്കെ ലെവൽ? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ബ്ലോക്ക് ലെവൽ. ബ്ലോക്ക് ലെവൽ എന്ന് നമ്മൾ മറ്റൊരു പേരെന്താ വിളിക്കുന്നത്? ഇറ്റ് ഈസ് ജൻപത് പഞ്ചായത്ത് എന്നും പഞ്ചായത്ത് സമിതി എന്നുമാണ് ബ്ലോക്ക് ലെവലിന് നമ്മൾ പറയാ. ജൻപത് പഞ്ചായത്ത് ഓർ പഞ്ചായത്ത് സമിതി. ഓക്കെ. നെക്സ്റ്റ് വൺ. ജൻപത് പഞ്ചായത്ത് എന്ന് പറഞ്ഞു, പഞ്ചായത്ത് സമിതി എന്ന് പറയുന്ന ഏത് ലെവലിനെയാണ്? ബ്ലോക്ക് ലെവലിനെയാണ്. ജൻപത് എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് JANPAD. ഓക്കെ. സമിതിയോ SAMITI. ഓക്കെ. നെക്സ്റ്റ് വൺ. ഇത്തരം ബ്ലോക്ക് ലെവൽ ഓർ പഞ്ചായത്ത് സമിതി ഹാസ് മെനി ഗ്രാമപഞ്ചായത്ത് അണ്ടർ ഇറ്റ്. ഇത്തരം ബ്ലോക്ക് ലെവലിന്റെ താഴെ എന്തൊക്കെയുണ്ട്? കുറെ ഗ്രാമപഞ്ചായത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് above the പഞ്ചായത്ത് സമിതി there is a district പഞ്ചായത്ത്. അടുത്ത ലെവലാണ് പറയുന്നത്. ഈ ഒരു ബ്ലോക്ക് ലെവലിന്റെ പഞ്ചായത്ത് സമിതിന്റെ മേലെയായിട്ട് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? another level of government. it is mainly എന്താണ്? അതിന്റെ പേര് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നാണ്. അതിന്റെ വേറൊരു പേര് പറഞ്ഞായിട്ട് ജില്ലാ പരിഷത്ത്. ഓക്കെ. ഓക്കെ. അപ്പൊ എന്താണ്? ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓർ ജില്ലാ പരിഷത്ത്. ജില്ലാ പരിഷത്ത് സ്പെല്ലിംഗ് എന്താണ്? ZILAPARISHAD. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ബ്ലോക്ക് ലെവലാണ് പറഞ്ഞത്. ബ്ലോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് മക്കളെ? പഞ്ചായത്ത് സമിതി എന്നും ജൻപത് പഞ്ചായത്ത് എന്നും നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നെ വന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഈ ഇത്തരം ബ്ലോക്ക് ലെവലിന്റെ താഴെ കുറെ ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. പിന്നെ ഈ ഒരു പഞ്ചായത്ത് സമിതി ബ്ലോക്ക് ലെവലിന്റെ മുകളിലായിട്ട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് അനദർ നെയിം ഈസ് ജില്ലാ പരിഷത്ത്. ഓക്കെ. ഇത്തരം ഡിസ്ട്രിക്ട് ലെവലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ജില്ലാ പരിഷത്താണ് എന്തൊക്കെ മാറ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്?
It is actually makes developmental plans at the district level. District level, ജില്ലാപരമായിട്ടുള്ള വികസനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഏത് ലെവലിലാണ് മക്കളെ? ജില്ലാ പരിഷത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജില്ലാ പരിഷത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്ത്? The discuss mainly developmental plans ആണ് ജില്ലാ പരിഷത്തില് ഡിസ്ട്രിക്ട് ലെവലില് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. With the help of പഞ്ചായത്ത് സമിതിസ്, പഞ്ചായത്ത് സമിതിസിന്റെ ബ്ലോക്ക് ലെവലിന്റെ സഹായത്തോടെ it also regulates the money distribution among all the ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, എല്ലാ ഗ്രാമപഞ്ചായത്തിലേക്ക് കറക്റ്റ് രീതിയിൽ ഓരോ ഡെവലപ്മെന്റൽ പ്ലാൻസിന് അല്ലെ പൈസ പ്രൊവൈഡ് ചെയ്യുന്നതും എന്തിന്റെ സഹായത്താലാണ്? ബ്ലോക്ക് ലെവലിന്റെ സഹായത്താലാണ് ഡിസ്ട്രിക്ട് ലെവൽ കറക്റ്റ് രീതിയിൽ മണി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? The ജില്ലാ പരിഷത്ത് actually makes developmental plans at district level and with the help of panchayat samiti block level or janpath പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിന്റെ സഹായത്തോടെയാണ് ഇത്തരം ജില്ലാ പരിഷത്ത് മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എവിടേക്ക്? ഗ്രാമപഞ്ചായത്തിലേക്ക് എന്നാണ് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പഞ്ചായത്ത് സമിതി ഓർ ബ്ലോക്ക് ലെവൽ ദിസ് ജില്ലാ പരിഷത്ത് റെഗുലേറ്റ്സ് ദ മണി ഡിസ്ട്രിബ്യൂഷൻ അമംഗ് ഓൾ ദ ഗ്രാം പഞ്ചായത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം പഞ്ചായത്തിലേക്ക്, ഗ്രാമപഞ്ചായത്തിലേക്ക് മണി നല്ല രീതിയിൽ ജില്ലാ പരിഷത്ത് ഈ ബ്ലോക്ക് ലെവലുമായിട്ട് ആലോചിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഈ ഫണ്ടൊക്കെ കിട്ടുന്നത്? മെയിൻലി ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ ദി പഞ്ചായത്ത് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈസ് സോഴ്സ് ഓഫ് ഫണ്ട്സ് ഫോർ ദി പഞ്ചായത്ത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. ഇറ്റ് ഈസ് മെയിൻലി കളക്ഷൻ ഓഫ് ടാക്സസ്. അവർ മെയിൻലി എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്? ശേഖരിക്കുന്നുണ്ട്, നികുതി ശേഖരിക്കുന്നുണ്ട് അല്ലെ? മെയിൻലി ഓൺ ഹൗസസ് ആൻഡ് മാർക്കറ്റ് പ്ലേസസ്. ഓക്കെ, മാർക്കറ്റ് പ്ലേസസിൽ വന്നിട്ടും അതുപോലെ വീടുകൾ തോറും അവർ പോയിട്ട് എന്ത് ശേഖരിക്കുന്നുണ്ട്? നികുതി പണം ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫണ്ടായില്ലേ അവർക്ക്. പിന്നെയോ ആൻഡ് ഡൊണേഷൻസ് ഫോർ കമ്മ്യൂണിറ്റി വർക്ക്സ് എക്സെട്ര. പല കമ്മ്യൂണിറ്റി വർക്ക്സിനും അല്ലെ, സാമൂഹികമായിട്ടുള്ള പല ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ കമ്മ്യൂണിറ്റി വർക്ക്സിന് എന്ന് പറയും പല ഡൊണേഷൻസ് വാങ്ങാൻ വേണ്ടി ഈ പിരിവുമായിട്ട് കുറെ ആളുകൾ വരൂലേ, അങ്ങനെ അവർ പൈസ ശേഖരിക്കാറുണ്ട് ഇത്തരം ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വേണം, സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നില്ല. അതാണ് കമ്മ്യൂണിറ്റി വർക്ക്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് ടാക്സസ് ഓൺ ഹൗസസ് ഓർ മാർക്കറ്റ് പ്ലേസസ്. നെക്സ്റ്റ് വൺ ഡൊണേഷൻസ് ഫോർ കമ്മ്യൂണിറ്റി വർക്ക്സ്. ഇത്തരം ഇതിൽ കൂടിയൊക്കെയാണ് അവർക്ക് ഫണ്ട് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ്? നെക്സ്റ്റ് വൺ ഗവൺമെന്റ് സ്കീം ഫണ്ട് റിസീവ്ഡ് ത്രൂ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ് ത്രൂ ജൻപത് ആൻഡ് ജില്ലാ പഞ്ചായത്ത്. ഈ ഗവൺമെന്റ് സ്കീമിൽ നിന്നുള്ള കുറെ ഫണ്ടില് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഫണ്ട് പ്രൊവൈഡ് ചെയ്യല്ലോ. അതൊക്കെ ഏതൊക്കെ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിലൂടെ ലഭിക്കുന്ന? ജൻപത് ഓർ ജില്ലാ പരിഷത്ത്. ജൻപത് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ലെവൽ, ജില്ലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ അല്ലെ? ബ്ലോക്ക്, ജില്ലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിസ്ട്രിക്ട് ലെവൽ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇവര് ഏതിലൊക്കെയാണ് അവർ ഫണ്ട് കണ്ടെത്തുന്നത്? പഞ്ചായത്ത് രാജ് സിസ്റ്റം ഓർ ഗവൺമെന്റ് മെയിൻലി കളക്ഷൻ ഓഫ് ടാക്സസ് ഓൺ ഹൗസസ് ഓർ മാർക്കറ്റ് പ്ലേസസ്. വീടുകൾ തോറും അവര് നികുതി പണത്തിനായിട്ട് കയറി ഇറങ്ങുന്നു. മാർക്കറ്റ് പ്ലേസസിൽ നിന്ന് ഓരോ കച്ചവടക്കാരിൽ നിന്ന് നികുതി ഈടാക്കുന്നു. പിന്നെ ഡൊണേഷൻസ് ഫോർ കമ്മ്യൂണിറ്റി വർക്ക്സ്, സ്കൂൾ ബിൽറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കൂൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് പൈസ ശേഖരിക്കുന്നു. പിന്നെയോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പഞ്ചായത്തി ആ ഒരു സിസ്റ്റത്തിന് പൈസ കിട്ടുന്നത് ഓരോ വികസനത്തിനായി എന്നാണ് പറയുന്നത്. പിന്നെയോ ഗവൺമെന്റ് സ്കീം ഫണ്ട്സ് റിസീവ്ഡ് ത്രൂ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ 3 ലെവൽസ് ആണ്, ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ. ബ്ലോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ ജൻപത് ഓർ പഞ്ചായത്ത് സമിതി, ഡിസ്ട്രിക്ട് ലെവൽ ഇറ്റ് ഇസ് ജില്ലാ പരിഷത്ത്, ആൻഡ് വില്ലേജ് ലെവലിലുള്ള ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോ ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ? അപ്പൊ എന്താണ് ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതിലാണ് പഞ്ചായത്തി
പഞ്ചായത്തി രാജ് സിസ്റ്റമാണ്. പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 3 ലെവൽസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ലെവൽ എന്താ മക്കളെ? ഇറ്റ് ഈസ് മെയിൻലി ഏതാണ്? ഡിസ്ട്രിക്റ്റ് അല്ലെ? ഡിസ്ട്രിക്റ്റ് ലെവൽ. ഡിസ്ട്രിക്ട് ലെവലിന്റെ വേറൊരു പേര് പറഞ്ഞേ, ജില്ലാ പരിഷത്ത് അല്ലെ? അതിന്റെ ഇത് നമ്മൾ എഴുതാം, ജില്ലാ പരിഷത്ത്. ജില്ലാ സ്പെല്ലിംഗ് ZILLAPARISHAD. ഓക്കെ. നെക്സ്റ്റ് ലെവൽ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് പറഞ്ഞ മക്കള്, ഇറ്റ് ഈസ് ബ്ലോക്ക് ലെവൽ. ബ്ലോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്? ജൻപത് പഞ്ചായത്ത് എന്നും പഞ്ചായത്ത് എന്നും പറയാറുണ്ട്. പിന്നെന്താ മക്കളെ മറ്റൊരു പേര് പറഞ്ഞേ? ഈ ബ്ലോക്ക് ലെവൽ അല്ലെ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ജൻപത് പഞ്ചായത്ത് എന്നും പഞ്ചായത്ത് സമിതി, വെരി ഗുഡ്, പഞ്ചായത്ത് സമിതി എന്നും പറയാറുണ്ട് അല്ലെ? പഞ്ചായത്ത് സമിതി എന്നും പറയാറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വൺ വില്ലേജ് ലെവൽ ആണ് അല്ലെ? വില്ലേജ് ലെവൽ ഡിസ്കസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഗവൺമെന്റ്. വില്ലേജ് ലെവൽ എന്ന് പറയുമ്പോൾ അതിന്റെ പേരെന്താ മക്കൾ പറഞ്ഞേ? വില്ലേജ് ലെവൽ എന്ന് പറയുമ്പോൾ ഗ്രാം പഞ്ചായത്ത്. വെരി ഗുഡ്, ഗ്രാം പഞ്ചായത്ത്. ഓക്കെ. അപ്പോൾ ഇത്തരം ബ്ലോക്ക് ലെവൽ അല്ലെ ഡിസ്ട്രിക്ട് ലെവലിലാണ് എന്ത് ഡിസ്കസ് ചെയ്യുന്നത്? മെയിൻലി ഡെവലപ്മെന്റൽ പ്ലാൻസ് ഒക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഡെവലപ്മെന്റൽ പ്ലാൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ. കുറെ സ്റ്റേറ്റിലായിട്ട്, പിന്നെ സ്റ്റേറ്റ്സില് നമ്മൾ പറഞ്ഞു ചില സ്റ്റേറ്റ്സിൽ കമ്മിറ്റീസ് ഉണ്ട്. ഇത്തരം ഗവൺമെന്റിന്റെ ഇതല്ലാതെ അവര് ഡെവലപ്മെന്റൽ ഓർ കൺസ്ട്രക്ഷൻ കമ്മിറ്റീസ് കൂടുന്നു എന്ന് പറഞ്ഞു അല്ലെ? ഡെവലപ്മെന്റൽ ഓർ കൺസ്ട്രക്ഷൻ കമ്മിറ്റീസ് ഉണ്ട്. ഓക്കെ. ഇതിനൊക്കെ ഫണ്ട് അവർ കണ്ടെത്തുക എങ്ങനെയാ മക്കളെ? ഇതിനൊക്കെ ഫണ്ട് അവർ രൂപീകരിക്കുന്ന ഫണ്ട്സ് ഫോർ ഡെവലപ്മെന്റ്. എങ്ങനെയൊക്കെയാണ് അവർ ഫണ്ട് ശേഖരിക്കാറുള്ളത് ഇതിനു വേണ്ടിയിട്ട്? ഇറ്റ് ഈസ് മെയിൻലി അവർ ടാക്സസ് ആണ്. ഫസ്റ്റ് വൺ ടാക്സസ്, പിന്നെ ഡൊണേഷൻസ്, അല്ലെ? ടാക്സസ്, ഡൊണേഷൻസ് അങ്ങനെയൊക്കെയാണ് അല്ലെ? പിന്നെ മെയിൻലി എന്താണ്? ഈ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ആളുകളെ മെയിൻലി എലക്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആരാ? ഗ്രാമസഭകളാണ് അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗ്രാമപഞ്ചായത്തില് എന്തുണ്ടാവും? പിന്നെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടാവും അല്ലെ? ആ പ്രസിഡന്റിന്റെ പേരെന്താ മക്കളെ? ഗ്രാമപഞ്ചായത്തിലെ അത് സർപഞ്ച് എന്ന് പറയും. അവരവിടെ കൺസ്ട്രക്ഷൻ തരത്തിലുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പല റോഡ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും അല്ലെ? അങ്ങനെ അതാണ് എന്ത് ബിൽഡപ്പ് ചെയ്യുന്നത്? ഇത്തരം ഗ്രാമപഞ്ചായത്ത്, ഗ്രാമസഭകളാണ് ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കിയത്. അങ്ങനെ പഞ്ചായത്തി രാജില് ആ ഒരു ഗവൺമെന്റിലെ ആളുകൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? ഒപ്പീനിയൻ പറയാനുള്ള കഴിവുണ്ട്. ആ ഒരു ഗവൺമെന്റിന്റെ ബേസിസിൽ 3 ലെവൽസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഒരു ഗവൺമെന്റ് അണ്ടറിൽ. അതാണ് നമ്മൾ പറഞ്ഞ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ബ്ലോക്ക് ലെവൽ, വില്ലേജ് ലെവൽ. അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രാമസഭയിൽ ഒരു പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റിന്റെ മറ്റൊരു പേര് സർപഞ്ച് എന്നാണ്. മെമ്പേഴ്സിന് പറയുന്നത് എന്താണ്? ഗ്രാമസഭയിലുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിലുള്ള മെമ്പേഴ്സിന് നമ്മൾ പഞ്ച് എന്നാണ് അല്ലെ പറയാ? ഓക്കെ. ഈ ഗ്രാമപഞ്ചായത്തിലെ മീറ്റിംഗ് റെഗുലർലി കൂടുന്നതാണ്. ഓക്കെ. അങ്ങനെ അപ്പോൾ ഇത്തരം ഗ്രാമസഭയിൽ 1 വില്ലേജ് അല്ലെങ്കിൽ 1 വില്ലേജ് ഓർ മോർ വില്ലേജിന്റെ ഡിസ്കഷൻ നടക്കും. ഓക്കെ, അത്രേ ഉള്ളൂ മെയിൻലി. പിന്നെ ഓക്കെ,
പിന്നെന്താണ് മെയിൻലി ഡിസ്ട്രിക്ട് ലെവലിന്റെ പറഞ്ഞു. ഡിസ്ട്രിക്ട് ലെവലിന്റെ മറ്റൊരു പേര് ജില്ലാ പരിഷത്ത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ ബ്ലോക്ക് ലെവലിന്റെയോ? ബ്ലോക്ക് ലെവലിന്റെ മറ്റൊരു പേര്, 2 പേരുണ്ട്, ജൻപദ് പരിഷത്ത് എന്നും പഞ്ചായത്ത് സമിതി എന്നും. വില്ലേജ് ലെവലിന്റെയോ? ഇറ്റ് ഈസ് ഗ്രാം പഞ്ചായത്ത്. അപ്പൊ ഡെവലപ്മെന്റൽ പ്ലാൻസ് ഒക്കെ അവർ ഡിസ്കസ് ചെയ്യും. ഡിസ്ട്രിക്ട് ലെവലിലാണ് മെയിൻലി ഡെവലപ്മെന്റൽ പ്ലാൻസ് ഒക്കെ അവർ ഡിസ്ട്രിക്ട് അല്ലെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ലെവലിലാണ് മെയിൻലി ഡെവലപ്മെന്റൽ പ്ലാൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ ഗ്രാമസഭകളിൽ മെയിൻലി മീറ്റിംഗ് കൂടുമ്പോൾ ഒരു ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ കുറെ ഗ്രാമത്തിന്റെ ഒന്നിൽ കൂടുതൽ 1, 2, 3 ഗ്രാമത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യും അത്തരം മീറ്റിംഗിൽ എന്ന് പറഞ്ഞു. പിന്നെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു പേര് സർപഞ്ച് എന്നാണ്. ഓക്കെ, അവിടെയുള്ള മെമ്പേഴ്സിന് പറയുന്ന പേരെന്താ മക്കളെ? പഞ്ച് എന്നാണ്. ഓക്കെ, പിന്നെ ഇത്തരം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഫണ്ട്സ് ഒക്കെ കിട്ടുന്നത്, ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫണ്ട്സ് ഒക്കെ അവർ ശേഖരിക്കുന്നത് മെയിൻലി ടാക്സസിലൂടെയും ഡൊണേഷൻസിലൂടെയുമാണ്. ഓക്കെ, പിന്നെ കുറെ സ്റ്റേറ്റ്സിൽ ഇങ്ങനെ ഗ്രാമസഭകള് അങ്ങനെ ഡെവലപ്മെന്റൽ ഇതൊക്കെ എങ്ങനെയാണ് മെയിൻലി ഡിസ്കസ് ചെയ്യാറ്? സ്റ്റേറ്റിലൊക്കെ അവിടെ ഡെവലപ്മെന്റൽ ഓർ കൺസ്ട്രക്ഷൻ കമ്മിറ്റീസ് ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്, ഡെവലപ്മെന്റൽ ഓർ കൺസ്ട്രക്ഷൻ കമ്മിറ്റീസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.